കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 9 പ്രതികളിൽ 8 പേർക്കാണ് ജീവപര്യന്തം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 മുതൽ 6 വരെയുള്ള പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്ത 7 മുതൽ 9 വരെയുള്ള പ്രതികളും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 11-ാം പ്രതി പ്രദീപിന് 1-ാം പ്രതിയെ ഒളിപ്പിച്ചതിന് 3 വർഷം കഠിന തടവും വിധിച്ചു. 1-ാം പ്രതി ഷംസുദ്ദീനും 12-ാം പ്രതി രവീന്ദ്രനും വിചാരണ വേളയിൽ മരണപ്പെട്ടിരുന്നു. പിഴസംഖ്യ മരിച്ച സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 2005 ഓഗസ്റ്റ് 7-നാണ് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. CPM വിട്ട് BJPയിൽ ചേർന്നതിലുള്ള വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആദ്യം 10 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ TK രജീഷിനെയും മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജിനെയും കൂട്ടിച്ചേർക്കുകയായിരുന്നു. TP കേസിൽ പിടിയിലായ പ്രതി TK രജീഷാണ് സൂരജിനെ കൊന്ന കേസിലും താൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കുറ്റസമ്മതമൊഴി നൽകിയത്. മനോരാജ് നാരായണന്റെ പേരും രജീഷ് വെളിപ്പെടുത്തി. വിധി കേൾക്കാൻ നിരവധി CPM പ്രവർത്തകരാണ് കോടതിയിലെത്തിയത്. പ്രതികൾ നിരപരാധികളെന്നാണ് CPM നിലപാട്. അതിനാൽ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പാർട്ടി തീരുമാനം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.